ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായി കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ക്രിസ്മസിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു പോർക്ക് ചോപ്സിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്ന ഒരു സോസാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. കടുക് പരിപ്പും മുരിങ്ങാത്തൊലിയും അതുപോലെ തന്നെ കാഷ്യൂനട്ട് അരച്ചിട്ടാണ് ഈ സോസ് ഉണ്ടാക്കുന്നത്. ഇത് പണ്ട് കാലങ്ങളിൽ ക്രിസ്ത്യൻ കല്യാണങ്ങളിലും അതുപോലെ തന്നെ പാർട്ടികളിലൊക്കെ ഡിഷിൻ്റെ ഒപ്പം വിളമ്പിയിരുന്ന ഒരു സോസാണ്. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അത് അത്ര അറിയില്ല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഒത്തിരി പേരിനോട് റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. മസ്റ്റേർഡ് സോസ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കശുവണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് കശുവണ്ടി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 2 കൈപ്പിടിയുടെ അളവിൽ കശുവണ്ടി എടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ഈ സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനൊരു 8 അല്ലി എടുത്തിട്ടുണ്ട്. ഇത് മുരിങ്ങ മരത്തിൻ്റെ തൊലി കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ പുറംതൊലി ചീകിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മസ്റ്റേർഡ് സോസിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. പോർക്ക് ചോപ്സിനും അതുപോലെ തന്നെ വിന്താലുവിനും ഇതുപോലെ മുരിങ്ങയുടെ തൊലി അരച്ച് ചേർക്കാറുണ്ട്. ഞാനത് ചേർക്കാതിരിക്കുന്നത് എല്ലാവർക്കും അത് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വലിയ ജീരകം, 2 ചെറിയ കഷ്ണം പട്ട, 1 ചെറിയ കഷ്ണം ജാതിപത്രി, 3 ഗ്രാമ്പ്. ഇതിൻ്റെ എരിവിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഉണക്കമുളകിൻ്റെ അകത്തെ കുരുവാണ്. ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതിന് ശേഷം ഉള്ളിലെ കുരു മാത്രം ഇതുപോലെ എടുക്കണം. ഞാനിതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഇത് കടുക് പരിപ്പാണ്. കടുകിൻ്റെ തൊലി കളഞ്ഞ അകത്തെ മഞ്ഞ കളറിലെ പരിപ്പാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. കടയിൽ നിന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കടുക് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒരു മുറത്തിലിട്ട് ഭാരമുള്ള എന്തെങ്കിലും കൊണ്ടൊന്ന് കടുകിൻ്റെ പുറത്ത് തൊലി കളഞ്ഞ് ഒന്ന് പേറ്റി എടുത്താലും മതി. സോസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. അതിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളകിൻ്റെ അരിയും കടുക് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കടുക് പരിപ്പ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തന്നെ 4 ടേബിൾ സ്പൂൺ ആണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വിനാഗിരി ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 6-7 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഓവർനൈറ്റ് മാറ്റി വെച്ചാലും മതി. സോസിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കുതിർത്ത് വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അരക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് അരച്ചെടുക്കണം. മസ്റ്റർഡ് സോസ് ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. മസ്റ്റേർഡ് സോസിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. കൂടുതൽ തിക്കാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. മസ്റ്റേർഡ് സോസ് ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. നല്ല പുളിയും ഒരു ചെറിയൊരു കയ്പൊക്കെ ഉള്ള ഒരു സോസാണിത്. ഇത് അധികമൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല, കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇത് ദഹനത്തിന് നല്ലതാണ്, പോർക്കിൻ്റെ കൂടെ എല്ലാം കഴിക്കാനായിട്ട്. ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സോസ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം പാകത്തിലുള്ള ഉപ്പുപൊടി പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഉപ്പും പഞ്ചസാരയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വിനാഗിരി കൂടെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ല നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ സോസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ എല്ലാവരുടെ കയ്യിലും കാണില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സാധാരണ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താലും മതി. പെപ്പർ പൗഡർ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ മസ്റ്റേർഡ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ക്രിസ്മസിനൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടിച്ച് സൂക്ഷിച്ചാൽ മതി. നമ്മളോട് ഇത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്.
അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.